ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ജാമാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ സ്ട്രോബെറിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്ട്രോബെറി ജാമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം, അല്ലെങ്കിൽ മാങ്ങ കൊണ്ടോ പൈനാപ്പിൾ, പാളയംതടം അങ്ങനെ മിക്ക ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് ജാമൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ആ സ്ട്രോബെറി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. സ്ട്രോബെറിയും പഞ്ചസാരയും പിന്നെ നാരങ്ങാനീരും, പിന്നെ ഞാനൊരു 2 ഗ്രാം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. പഞ്ചസാര ഞാനൊരു 300 ഗ്രാം പഞ്ചസാരയാണ് ഇതിൽ ചേർക്കുന്നത്. 300 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓണാക്കിയിട്ട് ചെറിയ തീയിൽ വേണം വെക്കാൻ, അപ്പോഴത്തേക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടും. ഇനി ഈ പഞ്ചസാരയും സ്ട്രോബെറിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പഞ്ചസാര ഒന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതിൻ്റെ അകത്ത് അങ്ങനെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്ട്രോബെറിയിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. ഇപ്പം പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുകി ആ സ്ട്രോബെറിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഞാനിനി ഇതിലോട്ടൊരു 2 ഗ്രാമ്പു ചെറുതായിട്ടൊന്ന് ചതച്ചത് ചേർക്കുന്നുണ്ട്. ഈ ഗ്രാമ്പു ചേർക്കുമ്പോൾ ജാമിന് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ജാം കുക്ക് ചെയ്തെടുക്കാൻ. ആ സ്ട്രോബെറി എല്ലാം നന്നായിട്ട് വെന്ത് ഈ വെള്ളമെല്ലാം വറ്റി വരണം. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ജാം ഉണ്ടാക്കി കഴിഞ്ഞ് അത് കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിലിങ്ങനെ പഞ്ചസാര ക്രിസ്റ്റൽസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ നാരങ്ങാനീര് ചേർക്കുമ്പോൾ അങ്ങനെ ക്രിസ്റ്റൽസ് അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. അതിനുവേണ്ടിയാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. പിന്നെ നാരങ്ങ ഒരു പ്രിസർവേറ്റീവും കൂടിയാണല്ലോ. ഇതിപ്പോൾ ജാം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതൊരു 300 ഗ്രാമോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം ഇതിങ്ങനെ മുറിഞ്ഞാണ് ഏകദേശം വീഴുന്നത്. നമ്മൾ ആ സ്പാച്ചുലയിൽ ഇങ്ങനെ ജാം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നില്ല. അപ്പോൾ ഏകദേശം ആകാറായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജാം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജാം ഒഴിച്ച് വെക്കാനുള്ള ഗ്ലാസ് ബോട്ടിൽ റെഡിയാക്കി തന്നെ വെച്ചിരിക്കണം. നല്ല ഉണങ്ങിയ ബോട്ടിൽ വേണം, കഴുകി വൃത്തിയാക്കി നല്ല ഉണങ്ങിയ ബോട്ടിൽ. ഇനി നമുക്ക് ഈ ജാം റെഡിയായി ഒന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു തുള്ളി ഒന്ന് ഒഴിച്ച് നോക്കാം. ഇത് എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിങ്ങനെ പാത്രം ചെരിച്ച് പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒഴുകി പോകത്തില്ല. അതാണ് ജാമിൻ്റെ പരുവം. ഇപ്പം കാണുമ്പോൾ അറിയാം ജാം താഴോട്ട് ഒഴുകി വീഴുന്നില്ല. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി ഞാൻ ഈ ഗ്ലാസ് പാത്രത്തിലോട്ടാണ് ജാം ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ചൂടോടുകൂടി തന്നെ ഒഴിക്കുകയാണ്. നമ്മൾ ചൂടോടുകൂടി ഗ്ലാസിൻ്റെ പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ അടിയിൽ എപ്പോഴും ഒരു തടിയുടെ പലകയോ അങ്ങനെ എന്തെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ആ ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ പാത്രം നല്ലതുപോലെ കഴുകി ഉണക്കിയതായിരിക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. വേണമെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിക്കുന്നതിന് പകരം 1-2 ചെറിയ ബോട്ടിലുകളിൽ വേണമെങ്കിൽ ജാം ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അടച്ച് വെക്കാവുള്ളൂ. പിന്നെ നമ്മൾ ജാം ബോട്ടിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ചേർത്ത ഗ്രാമ്പു ഒന്ന് എടുത്ത് മാറ്റുന്ന കാര്യം മറക്കരുത്. അങ്ങനെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടമാകുന്ന ഒന്നാണിത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്ട്രോബെറി ഇല്ലെങ്കിൽ പൈനാപ്പിളോ മാങ്കയോ ഒക്കെ കൊണ്ട് ഇതുപോലെ തന്നെ ജാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതൊക്കെയാണെങ്കിൽ വെള്ളം ചേർക്കാതെ ജ്യൂസ് ആക്കിയിട്ട് വേണം ജാം ഉണ്ടാക്കാൻ. അതിലും ഇതുപോലെ തന്നെ പഞ്ചസാരയും നാരങ്ങാനീരും ഗ്രാമ്പും ഒക്കെ ചേർത്ത് ഇതുപോലെ തന്നെ കുറുക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.